നമ്മളെ ബിഡൽസ് ഒന്നും കഥയാന്റെ അടുത്ത് നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഞാൻ ആ ഫീലിങ്സിൽ ഇങ്ങനെ ഫീലിങ്സ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ സങ്കടം. ഏതാ ഭാഷ? സങ്കടം. സങ്കടം പച്ച മലയാളം. ഫീലിങ്സോ? ഫിലിംസ് ഏതാന്ന് എനിക്കറിയില്ല. അതാണ് ഫിലിപ്സ്. അങ്ങോട്ട് ഫിലിപ്സ് അത് റേഡിയോ അല്ലേ? ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ദുഃഖം. എന്റെ സംസാരത്തിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ കലർന്നു വരും. ഓഹോ, മനസ്സിലായില്ല. എന്താ അമേരിക്കയിലേനു മുമ്പ്? ഞാൻ അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക, അയ്മുട്ടിക്ക മലയ്ക്കും പറഞ്ഞ കൂട്ടത്തിൽ അയ്മുട്ടിക്കാൻ ഓർമ്മ വന്നത്. ഇംഗ്ലീഷ് നാടുകളിലൊക്കെ കുറെ പര്യടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സംസാരത്തിൽ ഹിന്ദി, ഗുജറാത്തി, മറാഠ, പൊറാട്ട ഒക്കെ അങ്ങനെ വരും. അല്ല, മറാഠ പറഞ്ഞപ്പോ ഓർമ്മ വന്നാണ്. നേരല്ലേ പൊറാട്ടന്റെ കാര്യം ഓർമ്മ വന്നാണ്. മനസ്സിലായി? എന്നാ പിന്നെ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് എന്താ പറയാത്തത്? ഇവിടെ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഈ മലയാളികളല്ലേ ഈ കാസറ്റ് കേൾക്കണേ. അവർക്ക് ഫുള്ളായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവൂ? മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയാതിരിക്കുക. പിന്നെ ഫുള്ളായിട്ട് ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോ ഈ ഞങ്ങളെ നാട്ടില് യെസ്നോ മുഹമ്മദ് ഇംഗ്ലീഷ് പറഞ്ഞ മാതിരി ആയി പോകും. യെസ്നോ മുഹമ്മദ്? അയാൾ ഇംഗ്ലീഷ് പറഞ്ഞാല് യെസ്നോ മുഹമ്മദ് എന്ന് പറഞ്ഞാല് ഞങ്ങളെ നാട്ടില് ഈ കഷ്ണംന്റെ മാതിരി ഇടക്കൊക്കെ ഇംഗ്ലീഷ് തട്ടി വിടുന്ന ഒരാളുണ്ട്, യെസ്നോ മുഹമ്മദ്. ജനങ്ങൾ അങ്ങനെ പേര് വിളിക്കാൻ കാരണം എന്താ? ഇനീഷ്യൽ ആയതുകൊണ്ടല്ല. യെസ്നോ എന്ന് പറഞ്ഞാൽ അത് ആ രണ്ട് വാക്യം മുപ്പര് കൂടുതലും കൈകാര്യം ചെയ്യും. ഈ 2-3 മാസം മുമ്പാണ് നമ്മളെ മൊമ്മീന്റെ കള്ളി വെളിച്ചത്തായത്. മൊമ്മ ഭയങ്കര ഇംഗ്ലീഷുകാരനാണെന്നായിരുന്നു എല്ലാവർക്കും ധാരണ. 2-3 മാസം മുമ്പ് ഞങ്ങളെ നാട്ടില് കേരളത്തില് ടൂറിസ്റ്റ് ആയിട്ട് വന്ന ഒരു സായിപ്പ് ഞങ്ങളെ നാട് കാണാൻ വന്നു. ഓഹോ, നിങ്ങളെ നാട് ഭയങ്കര സംഗതി. അവിടെ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തോണ്ടാണോ എനിക്ക് സംശയം ഉണ്ടാവും. ഞങ്ങളെ നാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനിയോറിറ്റി ഉള്ള സ്ഥലം. സീനിയോറിറ്റി? എന്താ ഈ സ്റ്റൈലുള്ള ഈ പ്രകൃതി സീനറി അതെ അതുള്ള സ്ഥലമാണ് ഞങ്ങളെ നാട്. അപ്പൊ കേരളത്തില് പല സ്ഥലങ്ങളും സന്ദർശിച്ച കൂട്ടത്തില് സായിപ്പ് ഞങ്ങളെ നാട്ടിന്റെ സീനിയറി കാണാൻ വേണ്ടിട്ട് ആ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിട്ട് ഞങ്ങളെ നാട്ടിൽ വന്നു. അപ്പൊ ഞങ്ങളെ നാട്ടില് വലിയൊരാളുണ്ട്. പഠിച്ചവന്റെ കത്തറുണ്ട്. വലിയ ആള് എന്ന് പറഞ്ഞാൽ മുപ്പര ഐറ്റ് കൊണ്ടല്ല, മുപ്പര വലിയ ആള് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പൈസക്കാരനാണ്. പുത്തമ്പീടി കലാമിട്ടിയാജിയായിരുന്നു. പുത്തമ്പീടിയ കലാമിട്ടിയാജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇവർക്ക് നാട്ടില് ഗസ്റ്റുകൾ ആര് വന്നാലും ഗസ്റ്റുകളെ സ്വീകരിക്കുക എന്നുള്ള മുപ്പര ഒരു ക്രെഡിറ്റ് ആണ്. ആ സാഹിബ് വന്നിട്ട് അമിട്ടിയാജിന്റെ അവിടെയാണ് താമസം. മുഖ്യമന്ത്രി വന്നിട്ട് മുപ്പർക്ക് ലഞ്ച് അവിടെയായിരുന്നു. ലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ നമ്മളൊക്കെ ഭക്ഷണം, ചോറ്, കഞ്ഞി, ചായ എന്നൊക്കെ പറയുന്നതിന് പകരം ഈ ഓരോ ആളുകൾക്കും ലഞ്ച് എന്ന് പറഞ്ഞാൽ മന്ത്രിമാര് ഭക്ഷണം കഴിക്കണേന് ലഞ്ച് എന്നാ പറയും. മനസ്സിലായി? ഞാനും ഇതൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കഞ്ഞി, പൂള, കഞ്ഞി കുടിച്ചു, പൂള തിന്നു എന്നൊക്കെ പറയും. നേരെ മറിച്ച് അതേ പൂള തന്നെ മന്ത്രിക്ക് കൊടുത്താൽ അതിന് പേരെന്താ അറിയാം? ലഞ്ച്. മനസ്സിലായി? ഓരോ ഗ്രേഡ് അനുസരിച്ചാണ് പേര് തീരുമാനിക്കുന്നത്. ഇപ്പൊ അനക്കൊരു കുരുണ്ടായി. ആ കുരുവിന് എന്താ പേര് പറയാ? ചോരക്കുരു. നേരെ മറിച്ച് ആ കുരു തന്നെ രാജ്യം ഭരിക്കണ രാജാവിന് ഉണ്ടാകുകയാണെങ്കിലും രാജകുരു. മനസ്സിലായി? അപ്പൊ ഓരോ ഗ്രേഡ് നോക്കിയിട്ടാണ് പേര് തീരുമാനിക്കുന്നത്. അമിട്ടിയാജിന്റെ അവിടെയായിരുന്നു മന്ത്രിക്ക് ലഞ്ച് എന്നൊക്കെ പറയണ മൂപ്പർക്ക് ഒരു ക്രെഡിറ്റ് ആണ്. അങ്ങനെ സാഹിബ് അവിടെ വന്നപ്പോ എന്തായി എന്ന് ചോദിച്ചാൽ സാഹിബിനെ മൂപ്പര് സൽക്കരിച്ചു കൊണ്ടുപോയി എന്നല്ല, സാഹിബിനെ രാത്രി കൊണ്ടുപോയി രാത്രി ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ കിടത്തി ഉറക്കി. പിറ്റേന്ന് രാവിലെ തന്നെ നേരം വെളുത്ത് സാഹിബ് വിരുന്നുള്ളല്ലേ. രാവിലെ നേരം വെളുത്തപ്പോ മൂപ്പര് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കേരളീയ മര്യാദ അനുസരിച്ച് ഒരു കടലാസിൽ കുറച്ച് ഉമിക്കരി, ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം ഇതൊക്കെ കൂടി കൊടുന്നു. സാഹിബ് എന്നാ കണക്കൂട്ടി കേരളക്കാരെ പ്രധാന ഭക്ഷണം എന്നാ ഇത് തന്നെയായിരിക്കും, ഇതുകൊണ്ടാണ് ഇവര് ഇത്ര തടിച്ചിരിക്കാൻ കാരണം എന്നൊക്കെ കണക്കൂട്ടിയിട്ട് സായിബാവും മിക്കരിയാണ് തിന്ന് കുറച്ച് വെള്ളമാണ് കുടിച്ച്. ഇതിപ്പോ അല്ലേക്കാളാണ് ഹംക്കെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കൊണ്ടുപോയ ഹംക്കിന് ഇംഗ്ലീഷ് അറിയോ? അതറിയില്ല. ഏതായാലും ഇയാള് ആകെ പൊറുതിമുട്ടി. ഇനിയിപ്പോ എന്ത് വേണം?
ഇപ്പോ രാവിലത്തെ ചായന്റെ സമയമായി വരികയാണ്. സാഹിബിന് ഇഷ്ടമുള്ള ഭക്ഷണം എന്തൊക്കെയാന്ന് ഇംഗ്ലീഷ് ചോദിച്ചറിയാൻ പറ്റിയ ഒരാളെ ആരെയാ കിട്ടുക എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് മുമ്പേക്ക് യസ്നോ മോമീന്റെ കാര്യം ഓർമ്മ വന്നത്. നമ്മളെ മൊമ്മീനെ ആരാടോ ഒന്ന് വിളിച്ചോണ്ടായി സാഹിബിനേറ്റ് വർത്താനം പറയാപ്പോ ഒരാളില്ലല്ലോ. എനിക്കാണെങ്കിൽ ആ പണ്ടാറോട്ട് അറിയില്ല. ബാക്കിയുള്ളപോലെ അന്ന് സ്കൂൾക്കും പോയില്ല, മദ്രസ കൊണ്ട് കാലം കഴിച്ചു കൂട്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ചെക്കന്മാര് പോയിട്ട് നിങ്ങളോടുണ്ട് വാപ്പ ചെല്ലാൻ പറയുന്നത്. ഒമ്മ എന്തിനാണാവോ വിചാരിച്ച് ചെന്ന് നോക്കുമ്പോ സംഭവം എന്താണെന്നറിയില്ല. എന്താണ്? രാവിലത്തെ ചായക്കുള്ള പുറപ്പാടാ. ശരി. രാവിലെ സാഹിബിന് ചായ സൽക്കാരം നടത്താനുള്ള ആ പരിപാടിയിൽ ഡൈനിങ് ഹാളിന്റെ മുകളിൽ കുറെ വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിക്കാണ്. അതിലൊരു പ്ലേറ്റില് പഴം ഇങ്ങനെ പുഴുങ്ങിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതുണ്ട്. വേറൊരു പ്ലേറ്റില് വരിക്കച്ചക്ക, തേൻ വരിക്ക അങ്ങനെ ചൊളടിഞ്ഞ് വെച്ചിക്കണ്. പുട്ടുണ്ട്, പോക്കിരിത്തരുണ്ട്, അല്ല പലതും ഉണ്ട്. ആചാര വീടല്ലേ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ സാഹിബും നമ്മളെ എസ്നോ മുഹമ്മദും ഇംഗ്ലീഷ് പറയാൻ വേണ്ടി കൊടുന്നാണ് മൂപ്പരെ. ആചാരും കൂടി ഒരു ടേബിളിന്റെ 3 ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇരുന്നപ്പോ നമ്മളെ എസ്നോ മുഹമ്മദ് എന്ത് ചെയ്തു അറിയില്ല, ഈ പഴം പുഴുങ്ങിയ ഒരു കഷ്ണം എടുത്തിട്ട് അതിന്റെ ആ മുകളിലുള്ള ആ തൊലിയൊക്കെയാണ് പൊളിച്ച് വലിച്ചെറിഞ്ഞിട്ട് പഴമാണ് തിന്നത്. നമ്മളെ സാഹിബ് എന്ത് ചെയ്തു എന്നറിയും, ഒരു വരിക്കച്ചക്കന്റെ ചോളന്റെ എടുത്തിട്ട് അതിന്റെ മുകളിലുള്ള ഒക്കെയാണ് പൊളിച്ചിട്ടിട്ട് ചക്കക്കുരുവാണ് തിന്നത്. മനസ്സിലായോ? പക്ഷെ എന്താണ് ഇത് തിന്നൽ ഇങ്ങനെയല്ലാന്ന് പറഞ്ഞു കൊടുക്കും അമ്മ, കാണിച്ചു കൊടുക്കും അമ്മ എന്നൊക്കെ ആചാര്യം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുക്കണം. അതങ്ങനെ പോയി. ആചാര്യ പറഞ്ഞു ഇനിയിപ്പോ ഇവിടെ ഈ തോട്ടിലെ മീൻ കറി വെച്ചതും ലേശം വാട്ടക്കപ്പ കൂട്ടാൻ വെച്ചൊക്കെ ഉണ്ട്. അത് നമ്മളെ സാഹിബ് സാധാരണ കഴിക്കാത്ത ഭക്ഷണമായിരിക്കും. അത് സാഹിബിന് ഇഷ്ടപ്പെടുമോന്ന് ഇംഗ്ലീഷിലൊന്ന് ചോദിച്ചു നോക്കാൻ. യസ്നോ മുഹമ്മദ് ഇങ്ങനെ സാഹിബിന്റെ പുറത്ത് കൂട്ടിയിട്ട് ചോദിച്ചു, ഹലോ സാഹിബ്, വാട്ടക്കപ്പ തോട്ട് മീൻ കുട്ട്മാ. സാഹിബ് ഈ ചക്കക്കുരു നിന്ന ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കല്ലേ. സാഹിബ് എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. പൊരിച്ചു കൊടുത്താ കൂട്ടുന്നാണാ പറയണത്. എണ്ണ ആയിരുണ്ടാവും ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോ കുഞ്ഞിപ്പാത്തുമാനെ കാണാനുമില്ല, കതിയാണെങ്കിൽ നമ്മളെ വലയിലോട്ട് വീഴണമില്ല. ആ സങ്കടത്തില് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഭാര്യ വീട്ടിൽ നിന്ന്, അതായത് കുഞ്ഞിപ്പാത്തുമാന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു ടെലഗ്രാം കിട്ടി. ടെലഗ്രാം എന്ന് പറഞ്ഞാൽ ഉടനെ പുറപ്പെടണം. ഞാൻ വിചാരിച്ചു അവിടെ ആരെങ്കിലും മരിച്ചേക്കണം എന്ന് വിചാരിച്ച് ഞാൻ വേഗം ചെന്ന് നോക്കുമ്പോ എന്താ സംഭവം, കുഞ്ഞിപ്പാത്തുമ്മ തിരിച്ചെത്തിയിരിക്കും. ഭയങ്കര പെരുന്നാള് മാതിരിയാ വീട്ടിൽ, ഭയങ്കര ആഘോഷം. ഞാൻ ചെന്നവാടിന്റെ അമ്മായിനോട് പറഞ്ഞു കേട്ടോ, പൊന്നാര പുതിയാപ്പിളെ കൊയ്ക്ക് മാറ്റി കോളി, കൈമോറും കഴുകി കാളി ഔത്തേക്ക് കേറി പോരി. പൊന്നാര പുതിയാപ്പിളെ കൊയ്ക്ക് മാറ്റി കോളി, കൈമോറും കഴുകി കാളി ഔത്തേക്ക് കേറി പോരി. പെരേലൊക്കെ സുഖം തന്നെയല്ലേ, കൊയ്ത്തും മതിയും തുടങ്ങിയോ, പറമ്പും കണ്ടിയും കൃഷിയും നോക്കി നയിച്ച് കൊയങ്ങോ. പെരേലൊക്കെ സുഖം തന്നെയല്ലേ, കൊയ്ത്തും മതിയും തുടങ്ങിയോ, പറമ്പും കണ്ടിയും കൃഷിയും നോക്കി നയിച്ച് കൊയങ്ങോ. പെരുത്ത് നാളായി ഔത്ത് വന്നിട്ട് അമ്മായിനോട് പിണഞ്ഞോ, പല വെറുപ്പും മനസ്സ് കുടിഞ്ഞോ. പെരുത്ത് നാളായി ഔത്ത് വന്നിട്ട് അമ്മായിനോട് പിണഞ്ഞോ, പല വെറുപ്പും മനസ്സ് കുടിഞ്ഞോ. പൊന്നാര പുതിയാപ്പിളെ കൊയ്ക്ക് മാറ്റി കോളി, കൈമോറും കഴുകി കാളി ഔത്തേക്ക് കേറി പോരി. പൊന്നാര പുതിയാപ്പിളെ കൊയ്ക്ക് മാറ്റി കോളി, കൈമോറും കഴുകി കാളി ഔത്തേക്ക് കേറി പോരി. വിളിക്കണോടത്തും പറയുന്നോടത്തും
ഇരുത്തിനോടുത്തു കേറാൻ പറയുന്നിടത്തും ഒക്കെ ഒരു പ്രത്യേക സ്നേഹം. തേനും പാലും ഇങ്ങനെ ഒഴുകുക എന്ന് പറഞ്ഞാൽ അതാണ് ശരി. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകതയായിട്ട് എനിക്കൊരു തോന്നല്. അങ്ങനെ ഞാൻ എന്താണിത് കഥ എന്നിങ്ങനെ മുമ്പ് എങ്ങുമില്ലാത്തൊരു സൽക്കാരം. ഒന്നാം സൽക്കാരത്തിന് എനിക്ക് അത്ര സ്വീകരണം അവിടുന്ന് കിട്ടിയിട്ടുള്ളൂ. പിന്നീടൊക്കെ ഒടപ്പറപ്പ്, കോഴിമുട്ട, ഇതൊക്കെ എനിക്ക് അവിടുന്ന് കിട്ടല്. ഒടപ്പറപ്പ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചോറ്റക്ക് ഈ ചാറൊന്നും ഇല്ലാതെ ആയാല് പെട്ടൊന്ന് മരക്കള് ചെല്ലുകയാണെങ്കിൽ അമ്മായിമാര്, ഈ മുതലി ഇലവാക്കാൻ കുറഞ്ഞ മടിയുള്ള അമ്മായിമാരെ കഥയാണ് ഈ പറയുന്നത്. എല്ലാ അമ്മായിമാർക്കും ഒന്നും ഇത് ബാധകല്ല. പെട്ടൊന്ന് മരക്കള് വിരുന്ന് വന്നാല് ചില അമ്മായിമാര് കൂട്ടാണ്ടാക്കണാണ് ഒടപ്പറപ്പ്. ഒടപ്പറപ്പ് എന്ന് പറഞ്ഞാൽ കൂടപ്പുറപ്പെടു. മലയാളത്തിൽ പറഞ്ഞാല് ലേശം ഉള്ളിയും പച്ചമുളകും കൊണ്ട് അരിഞ്ഞിട്ട് അത് വെളിച്ചെണ്ണി കണ്ടിട്ടിട്ട് അത് മൂത്ത് വരുമ്പോ നല്ലോണം കുറുന്നനക്കണ ആ കഞ്ഞിന്റെ വെള്ളം ലേശായിക്കാണ് പാരും. നിങ്ങളെ നാട്ടിൽ അതിനെന്താ പറയാന്നറിയാം. മനസ്സിലായോ? കഞ്ഞിന്റെ വെള്ളം അങ്ങനെ തിളച്ചു വരുമ്പോ 2 പപ്പടം ചവിട്ടി കൂട്ടി ആയിക്കാണ്ടിടും. പൊരിച്ചത്. അതിനാണ് ഈ ഒടപ്പറപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അമ്മായി അവിടുന്ന് തരല. അന്ന് ഭയങ്കര സൽക്കാരം. പെരിയിലൊക്കെ എല്ലാവർക്കും സുഖം തന്നെയാണോ? സുഖാണോ? പങ്ങന്മാരൊക്കെ കെട്ടിച്ചു കൊടുത്ത് തന്നെയാണോ? കൊയ്ത്തുമതിയൊക്കെ തുടങ്ങിയോ? നയിച്ച് കൊയങ്ങിയോ? പെരിയിൽ വന്നിട്ട് നിങ്ങൾ എത്രങ്ങാനും ദിവസമായി നിങ്ങളോട് പിണങ്ങിക്കണ? ഭയങ്കരം നല്ല നീറ്റ് സ്വഭാവം. ഈ സ്വഭാവം കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് ഇപ്പൊ അമ്മായിന്റെ ഈ മനസ്സ് മാറ്റത്തിന് കാരണം എന്നിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അമ്മായി പിന്നെയും മോളെ വിളിച്ചത്. നമ്മളെ വൈഫിനെ വിളിച്ചിട്ട് അമ്മായി പറഞ്ഞു, കണ്ടോ ൊലിക്കണ് കണ്ടിലെ പെണ്ണെ, തണുത്തതെന്തലും കൊടുക്കടി, മുട്ട മറിച്ചതും ചട്ടിപ്പത്തിരി ചായക്ക് കടി ഒരു കടി. തൊലിക്കണ് കണ്ടിലെ പെണ്ണെ, തണുത്തതെന്തേലും കൊടുക്കടി, മുട്ട മറിച്ചതും ചട്ടിപ്പത്തിരി ചായക്ക് കടി ഒരു കടി. കുട്ടികളെ പോറ്റിണ കോഴി അറുത്ത് കായം തേച്ച് പൊരിക്കടി, ആപ്പിളും മാങ്ങയും മുറിക്കടി. തായ പുതിയാപ്പിളെ പയന് സുച്ചിട്ടാളി, സർവത്തതാ കുടിച്ചോളി, സിഗരറ്റിത വലിച്ചോളി. മുത്തായ പുതിയാപ്പിളെ പയന് സുച്ചിട്ടാളി, സർവത്തതാ കുടിച്ചോളി, സിഗരറ്റിത വലിച്ചോളി. ഇവള് തിരിച്ചു വന്നതാണ്, ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. പഴയ കണ്ടീഷനിൽ തന്നെയാണോ അല്ല ലെവലൊക്കെ മാറിയിരിക്കണം? എന്നെ കൂടാതെ ആളുകൾ വേറെ ആരെങ്കിലും ഇവളെ കസ്റ്റഡിയിലുണ്ടോ എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി ഞാൻ അകത്തേക്ക് കേറാതെ പുറത്ത് ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ അറച്ചു നിൽക്കണം. ആ സമയത്താണ് നമ്മളെ ഭാര്യന്റെ അനിയത്തി, നമ്മളെ ഇളയച്ചിക്കുട്ടി വന്നിട്ട് പിന്നെ ഒരു സോപ്പിടൽ. ഓളിനോട് പറയാണ്, പൊന്നാരളിയാ ഇതെന്ത് കളിയാ, ചെയ്തതെന്ത് പണിയാ, കൊലായിൽ കേറിയിരിക്കളിയാ, കൊലായിൽ കേറിയിരിക്കളിയാ. പൊന്നാരളിയാ ഇതെന്ത് കളിയാ, ചെയ്തതെന്ത് പണിയാ, കൊലായിൽ കേറിയിരിക്കളിയാ, കൊലായിൽ കേറിയിരിക്കളിയാ. ഇണയെ കാണാതെ കരയുന്ന കിളിയാ, ഇത്താത്ത തിന്നിണത് ഏറെയും പുളിയാ. ഇണയെ കാണാതെ കരയുന്ന കിളിയാ, ഇത്താത്ത തിന്നിണത് ഏറെയും പുളിയാ. മുറ്റം നിറയെ ചളിയാ, അതിനാൽ കേറിയിരിക്കളിയാ, ഈ കൊലായിൽ കേറിയിരിക്കളിയാ.
പൊന്നാരളിയാ ഇതെന്ത് കളിയാ ചെയ്തതെന്ത് പണിയാ കൊലായിൽ കേറിയിരി കളിയാ കൊലായിൽ കേറിയിരി കളിയാ അമ്മ മിടിമിടിക്ക് മോൾ അതിലും മിടിക്ക് എന്ന് പറഞ്ഞ മാതിരി അമ്മാന്റെയും മോളി ഈ സൽക്കാരും സോപ്പിടലും ഒക്കെ അങ്ങനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു സംഗതിയൊക്കെ ശരിയാണ്. നിങ്ങളിപ്പൊ എനിക്ക് കോഴിമുട്ട മറിച്ചത് ഫാന് സിഗരറ്റ് സർവത്ത് കോഴി അത് ഇത് പറഞ്ഞ പലതും തരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ആവശ്യം അതൊന്നും അല്ലല്ല. ഞാൻ ഇതിവിടെ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും ഇവിടെ കേറിയിരിക്കണമെങ്കിലും കിടക്കണമെങ്കിലും ഒക്കെ എനിക്കൊരു സംഗതി വേണം. ഒരു ലേശം യൂറിൻ കിട്ടണം. യൂറിൻ ഈ പാടത്തെ കിടന്ന് അത് വളമ്മ മൂത്രം കിട്ടണം. മൂത്രം അവന് മൂത്രം മൊറാർജി ദേശായിന്റെ പണിയുണ്ടോ? എടാ നമ്മളെ വൈഫ് ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നാണ് പഴയ കണ്ടീഷനിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മൂത്രം ആവശ്യപ്പെടുന്നത്. ലാബോറട്ടറി കൊടുത്താൽ അറിയും സംഗതി പഴയ കണ്ടീഷനിൽ തന്നെയാണോ. മലയാളത്തിലാണ് പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ അമ്മായിനോട് പറഞ്ഞു നിങ്ങൾ ഒരു കുപ്പി എടുത്തിട്ട് ലേശം മൂത്രം കൊണ്ടുവരി, ഞാൻ ഒന്ന് അടുത്തുള്ള ആ ലബോറട്ടറി കൊടുത്തൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് നമുക്ക് വേണ്ടത് ചായ കുടിക്കണോ ചോറ് തിന്നണോ കിടന്നുറങ്ങണോ എന്നൊക്കെ തീരുമാനിക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് അമ്മായിനോട് ലേശം മൂത്രം വാങ്ങി ഇങ്ങോട്ട് തിരിച്ചു പോരുക. മൂത്രം വാങ്ങിയ കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ അയലോകത്ത് നടന്ന ഒരു രസകരമായ സംഭവം ഓർമ്മ വരുന്നത്. അയലോകത്ത് മൂത്രം വാങ്ങി? അയലോകത്ത് മൂത്രം വാങ്ങിയ കഥയല്ല. അയലോകത്ത് ഒരു ഭയങ്കര ദേഷ്യമുള്ള നമ്മളെ അയലോക്കാരനാണ്. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ മൂക്കത്തട ഈച്ച എന്ന് പറഞ്ഞാൽ അപ്പ അടിക്കും മൂക്കിന്. ആ സൈസ് ദേഷ്യമുള്ള ആളാ. ഈ ചെങ്ങായിക്ക് ഇടയായിട്ട് മൂത്രക്കല്ലിന്റെ അസുഖം ഉണ്ടായി. ഉണ്ടോന്ന് സംശയമുള്ളൂ. ഡോക്ടർ പറഞ്ഞു നിങ്ങളെ മൂത്രത്തില് കല്ലുണ്ടോ എന്നുള്ള സംശയമുണ്ട്, അത് കണ്ട് പഴുപ്പുണ്ടോ കല്ലുണ്ടോ എന്നൊക്കെ എന്താണ് സംഭവം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളെ മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നാണ്. ഇവൻ അങ്ങനെ രാവിലെ മൂത്രം ഒഴിച്ചപ്പോ ഒരു കുപ്പിയില് ലേശം മൂത്രം എടുത്തിട്ട് അവിടെ വെച്ച് എവിടെ പടിന്റെ ചോട്ടിൽ കട്ടിലിന്റെ ചോട്ടില് മൂത്രം വെച്ച് കണ്ട് ഇവൻ കുളിക്കാൻ പോയ സമയത്ത് ഓന്റെ ഭാര്യ ഇത് കാണാതെ തട്ടിമറിഞ്ഞുപോയി. തട്ടിമറിഞ്ഞപ്പോ മൂത്രം തട്ടിമറിഞ്ഞു പോയി എന്ന് ഭർത്താവിനോട് പറഞ്ഞ ഭർത്താവ് ഞാൻ ദേഷ്യത്തിന് തല്ല് ചവിട്ടി എന്തെങ്കിലും ചെയ്താലോ പേടിക്ക് ഇവിടെ എന്ത് ചെയ്തെന്നറിയും. ഇവൾ ആ കുപ്പി എടുത്തോണ്ടിട്ട് അതിൽ ലേശം മൂത്രം ഒഴിച്ചു. ഇവൻ ഇത് ലാബിൽ കൊണ്ടേ കൊടുത്ത് പരിശോധിപ്പിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, മൂത്രത്തിൽ തകരാറൊന്നുമില്ല, 3 മാസം ഗർഭാണ്. ഗർഭം കേട്ട ഉടനെ ഇപ്പോ ഡോക്ടറോട് ഒരു ചൂടാകല. എവിടുന്നേടാ അയ്യൊക്കെ ഡോക്ടറായി? ആരടാ എന്നൊക്കെ പരിശോധിപ്പിക്കാൻ പഠിച്ചു? ഇതിന്റെ മൂത്രാണ്. ആണുങ്ങൾക്ക് ഗർഭം ഉണ്ടാവില്ല തുടങ്ങിയോ? ലാബിലുള്ള ആൾക്കാരൊന്നും ഞങ്ങളോട് ചൂടായിട്ട് കാര്യമല്ല, നിങ്ങൾ പെണ്ണുങ്ങളോട് മൂത്രത്തില് വല്ല അഴിമതിയും തിരിമറിയും നടന്നുകൊണ്ടോന്നാ ഒന്ന് ചോദിച്ചു നോക്കുക. ഇവൻ വീട്ടില് വന്ന് സംഗതി അന്വേഷിച്ചപ്പോഴാ പറഞ്ഞ് അതിന്റെ അടുത്ത് അടിച്ചു വരെയപ്പോ തട്ടി ചിന്തിപ്പോയി. അങ്ങനെ ഞാൻ തൽക്കാല രസം മൂത്രം ഒഴിച്ചു വെച്ചാണ്. ഇവള് മൂത്രം ഒഴിച്ചു വെച്ചതാണ്, ഇവളെ മൂത്രാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് ഇവന് ഭയങ്കര സന്തോഷം. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലായിരുന്നു. ഇതുവരെ കുട്ടികളില്ലാത്തതിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ഇവരെ സങ്കടം തീർന്നെങ്കിലും കൂടി നമ്മളെ സംഭവം എന്തായി എന്ന് അറിഞ്ഞില്ലല്ലോ. അങ്ങനെ വൈഫിന്റെ മൂത്രം ലാബിൽ കൊടുത്തിട്ടുള്ള റിസൾട്ട് എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. അതറിഞ്ഞാൽ ഉടനെ നമുക്ക് അടുത്ത കാസറ്റിൽ ഇൻഷാ അല്ലാഹ് അത് പറയാം. ചെമ്മാട് അൽഫ കാസറ്റ്സിന് വേണ്ടി മഞ്ചേരി ബ്ലൈൻഡ് ബ്രദേഴ്സ് ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഹാസ്യകഥാർത്ഥ സംഘം അമ്മായി സൽക്കാരം വോളിയം 3 ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു.